ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇടപെടൽ. സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കയുടെ ഇടപെടൽ. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ദൂരവ്യാപകമായി ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ചാണ് അമേരിക്ക എടുക്കുന്നത്. പക്ഷേ അത് മിഡിൽ ഈസ്റ്റിന് നല്ലതല്ല. ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ, ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ CJP പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ ഇൻറ്റർണലി നടക്കുന്ന സാഹചര്യത്തിൽ നമ്മളുടെ വാർത്താമാധ്യമങ്ങളൊന്നും ഈ വിഷയത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ 1-2-3 എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ ചെറുതായിട്ട് സൂചിപ്പിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ്. ആ ഇടപെടൽ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കൂ, ഇറാൻ്റെ അടുത്താണ് ഇപ്പം അണുവായുധം ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള, എൻറിച്ച്മെൻറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള, യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്താനുള്ള ഫെസിലിറ്റീസ് ഒരുപാടുള്ളത്. ഇറാനാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തന്നെ ഈ സുന്നി വിഭാഗ രാജ്യങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് സ്ഥിതി ചെയ്യുന്ന, നിലപാടെടുക്കുന്ന ഫണ്ടമെൻ്റൽ ഐഡിയോളജിയുള്ള ഒരു രാജ്യമാണ്. പക്ഷേ മറ്റു രണ്ട് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തന്നെ കുറേ നാൾ കൊണ്ട് തന്നെ ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫെസിലിറ്റീസ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പുറകെ നടക്കുന്നുണ്ട്. അമേരിക്കയുടെ പുറകിലായിക്കോട്ടെ, റഷ്യയുടെ പുറകിലായിക്കോട്ടെ, അതേപോലെ തന്നെ പല എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി ചെയ്യാൻ കപ്പാസിറ്റിയുള്ള രാജ്യങ്ങളുടെ പുറകിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ യുദ്ധത്തിനെ ചെറുതായിട്ടൊന്ന് പൗസ് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇന്നലെ തന്നെ സൗദി അറേബ്യയ്ക്കുള്ളിൽ ഇറാൻ മിലീഷ്യ ഗ്രൂപ്പുകളാണ് അറ്റാക്ക് നടത്തിയത്. പക്ഷേ ക്ലെയിം ഏറ്റെടുത്തത് ഹൂത്തികളാണ്. പക്ഷേ ആക്രമണം നടക്കുന്നത് ഇറാഖിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഈ വെളിപ്പെടുത്തൽ ഇന്നലെ സൗദി അറേബ്യ നടത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ തന്നെ വെട്ടിലാക്കിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇപ്പോഴത്തെ നിലവിലെ ഇറാഖിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അലി അൽ സാദിയുമായിട്ട് ടെലിഫോൺ കോൺവെർസേഷൻ സൗദി അറേബ്യ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അലി അൽ സാദിയുടെ അടുത്ത്, ഇങ്ങനെ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളിതിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇറാഖിൻ്റെ ഉള്ളിലുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നുള്ള വാഗ്ദാനമൊക്കെ കൊടുത്തിട്ടാണ് അലി അൽ സാദി അമേരിക്കയിൽ നിന്നും പുറപ്പെട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇറാൻ സന്ദർശനം നടത്തിയിട്ട് വീണ്ടും ഇറാഖിലെത്തിയിരിക്കുന്ന അലി അൽ സാദിക്ക് ഇറാന്റെ മിലീഷ്യ ഗ്രൂപ്പുകളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുന്നില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സൗദി അറേബ്യയിലെ അറാംകോയിൻ്റെ എണ്ണ സ്ഥാപനത്തിന് മേളിൽ അറ്റാക്ക് നടത്തിയത്. ഈ എണ്ണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ തികച്ചും ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിരുന്ന ആ ഒരു ഓയിൽ വെൽ എന്ന് പറയുന്നത്, ആ ഒരു ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ നിന്നാണ് യാൻബു റീജിയനിലേക്ക് പൈപ്പ് ലൈനിലൂടെ എണ്ണ കൊണ്ടുവരുന്നത്. ആ മേഖലയിൽ ശരിക്കും ഒരു 10-15 ഓയിൽ സ്റ്റോറേജ് യൂണിറ്റുകളുണ്ട്. അതിലൊരു 3 എണ്ണമാണ് ഈ ഇറാൻ മിലീഷ്യ ഗ്രൂപ്പുകൾ അറ്റാക്ക് ചെയ്ത് തകർത്ത് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് രീതിയിൽ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും യാൻബു റീജിയനിലേക്ക് സൗദി അറേബ്യ എണ്ണ കൊണ്ടുവരുന്നതിനെ ബാധിക്കാൻ ഇടയുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി തന്നെ ആ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്ക ആക്രമണം നിർത്തിവെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാനാണെന്നുണ്ടെങ്കിൽ തുടരെ ഞങ്ങൾ ആക്രമണത്തിന് തയ്യാറാണ് എന്നുള്ള നിലയിലാണ് അവരുടെ നിലപാട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ ഈ 1-2-3 എഗ്രിമെൻറ്റ് ഞാൻ എന്തുകൊണ്ടാണ് സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, ശരിക്കും ഈ 1-2-3 എഗ്രിമെൻറ്റ് സൗദി അറേബ്യയ്ക്ക് എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കും. പ്രാഥമികമായിട്ട് അമേരിക്ക ഇത്തരത്തിലുള്ള പോയിന്റുകളൊന്നും വെളിയിൽ പറയുന്നില്ല. അപ്പോൾ ഇതിന് മുൻകാല ചരിത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ അമേരിക്ക ചെയ്തത് ഇതേ പരിപാടിയായിരുന്നു. പാകിസ്ഥാൻ ആണവായുധം ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ്? അതും പ്രത്യേകിച്ച് ഇതേ നിലപാട് തന്നെയായിരുന്നു അമേരിക്കയ്ക്ക് അന്നും അമേരിക്ക പറഞ്ഞിരുന്നത് എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി ഞങ്ങൾ തരില്ല, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പാകിസ്ഥാന് കൃത്യമായിട്ട് ആണവായുധം കൊണ്ട് കയ്യിൽ പിടിപ്പിച്ചു അമേരിക്ക. അതുപോലെ തന്നെ ഇപ്പോൾ സൗദി അറേബ്യയ്ക്കും ആ ഓപ്പർച്യൂണിറ്റി വരികയാണ്. നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി ഇല്ല, അതേസമയം ഞങ്ങൾ റെഡിമെയ്ഡായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, യുറേനിയം എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി ഇല്ലാതെ തന്നെ അവിടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിർമ്മിക്കാൻ സാധിക്കും. ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡായിട്ടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലൂടെ അവർക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുർക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാൾ കൊണ്ടേ ഈ ഫെസിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു രാജ്യമാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ. യുറേഷ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ മിഡിൽ ഈസ്റ്റുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു കണക്ഷനിലുള്ള രാജ്യമാണ് തുർക്കി. ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് എന്താണ്? മറ്റൊരു കാർഡ് ഇറക്കുകയാണ് ഗൾഫ് മേഖലയിൽ. ആ കാർഡ് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ പണ്ട് തൊട്ടേ ഐക്യമില്ല എന്ന് വെച്ചു. ഗൾഫ് മേഖലയിൽ പണ്ട് തൊട്ടേ ഐക്യമില്ല. അവരൊരു സൈഡിൽ ഇവരൊരു സൈഡിൽ, അങ്ങനെ എല്ലാ രാജ്യങ്ങളും തമ്മിൽ മത്സരിക്കുകയും അതേസമയം അടി കൂടുന്ന ഏർപ്പാട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ കലാമിറ്റികൾ ഉണ്ടായിരിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഗൾഫ് മേഖല എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റ് പ്രത്യേകിച്ച്. അപ്പോൾ ആ സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പം എടുത്തിരിക്കുന്ന നിലപാട് വളരെ പരിതാപകരമാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സൗദി അറേബ്യയ്ക്ക് എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റിയോടുകൂടി തന്നെയാണ് അവർ ഈ ആണവായുധം ഉൽപ്പാദിപ്പിക്കാൻ ഫ്യൂച്ചറിൽ റൈറ്റ് നൽകുന്ന രീതിയിലുള്ള ഒരു കരാറാണ് ഈ 1-2-3 എഗ്രിമെന്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് അവിടെ ഒരു ക്ലോസ് മാത്രമേ അമേരിക്ക വെക്കുന്നുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ടൊരു നോർമലൈസേഷൻ.
ഇസ്രായേലുമായിട്ട് നോർമലൈസേഷൻ, അതായത് ഇസ്രായേലിന് ഒരു ആപത്തോ അല്ലെങ്കിൽ ഇസ്രായേലിന് എതിരായിട്ടുള്ള ഒരു ഡേഞ്ചർ സൈൻ അവിടെ ഉണ്ടാവരുത്. Saudi Arabia knew that if they didn't join the Abraham Accords, the deal's not. I'm not going to do the deal. So then why did he sign it? Senator John. Because they understood that in order, subject to Congress and everything else, in order for that deal to go through, they had to sign into the Abraham Accords, and they've had great success. The Abraham Accords have been very successful, but in order to do that, we wanted them. We want them in. We think it's very good. We think the Abraham Accords bring peace in the Middle East, and now there's no longer an Iran factor. There's no longer Iran to worry about because they've been reduced in terms of their capability and power by manyfold. അതായത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി ഉണ്ടാക്കുന്നത് ശരിക്കും ഇസ്രായേലിനെ ബാധിക്കാൻ പാടില്ല. അത് ഇറാനെതിരെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ നോക്കൂ, ഇറാന്റെ ഉള്ളിൽ ആണവായുധം പാടില്ല എന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന അമേരിക്ക ശരിക്കും ഇപ്പം അതേ മാതൃകയിൽ ഡിക്റ്റേറ്റർഷിപ്പിൽ റിലീജിയസ് ഫണ്ടമെന്റൽ ഐഡിയോളജി കൊണ്ടു നടക്കുന്ന അതിൻ്റെ അതേ പ്രസ്ഥാനത്തിൽ അതേ മാതൃകയിലുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പ് രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയ്ക്ക് എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയോട് കൂടിയുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള പെർമിഷന് ഒപ്പിട്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും സൗദി അറേബ്യ എൻറിച്ച്മെന്റ് ചെയ്ത് ഇത് ആണവായുധ നിർമ്മാണത്തിലേക്ക് തന്നെ അവരെ കൊണ്ട് എത്തിക്കും. അതിനുവേണ്ടി തന്നെയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് തുർക്കിക്ക് കൊടുത്തില്ല, എന്തുകൊണ്ട് സൗദി അറേബ്യയ്ക്ക് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ MBS മുഹമ്മദ് ബിൻ സൽമാൻ ഈ ഇടപെട്ട കാലത്ത് ഒരു പ്രത്യേക നയതന്ത്ര നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഒരു ബാലൻസ്ഡ് ഡിപ്ലോമസി. ഇടയ്ക്ക് അമേരിക്കയോട് നല്ല ബന്ധമുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിലും അമേരിക്കയിൽ ജോ ബൈഡൻ ഭരണകൂടം വന്ന സമയത്ത് ശരിക്കും ഡൊണാൾഡ് ട്രംപ് 2020 തോറ്റിട്ട് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ ഭരണകൂടം 2020 അവസാനിച്ചിട്ട് ഡെമോക്രാറ്റിക് ഭരണകൂടം വന്ന സമയത്ത് MBSന് വലിയ പ്രാധാന്യമില്ലായിരുന്നു. കാരണം തുർക്കിയുടെ എംബസിയിൽ വെച്ച് വാഷിംഗ്ടൺ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ജമാൽ ഖഷോഗി എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് MBSന് പങ്കുണ്ടെന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക ശക്തമായ ഭാഷയിൽ പ്രത്യേകിച്ച് ജോ ബൈഡൻ MBSനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ശരിക്കും MBS അമേരിക്കയുമായിട്ട് നല്ല രീതിയിലല്ല ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഭരണകാലത്ത്. അപ്പോൾ ആ സമയത്ത് റഷ്യയുമായിട്ട് കൂടുതൽ ചേരാനാണ് MBS ശ്രമിച്ചിരുന്നത്. റഷ്യയിൽ നിന്നും രഹസ്യമായിട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഡിപ്ലോമസി ഫ്രണ്ട് ആൻഡ് ബാക്കിൽ പ്ലസ് ആൻഡ് മൈനസ് ഇട്ടിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോയി അമേരിക്കയെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് വീഴ്ത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ വിരിച്ച വലയിൽ കൃത്യമായിട്ട് അമേരിക്ക വന്ന് വീണിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്ക ഇപ്പം എഗ്രിമെന്റ് സൈൻ ചെയ്ത് അവർക്ക് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി ഉണ്ടാക്കാനുള്ള പാകത്തിന് അവർ കാര്യങ്ങൾ നേടിയിരിക്കുന്നു. സൗദി അറേബ്യ നേട്ടം കൊയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ വേറെ പല കാര്യങ്ങളുണ്ട്. ഈ ഓൺലി ന്യൂക്ലിയർ ഫെസിലിറ്റി മാത്രം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആണവായുധം കയ്യിലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ എൻറിച്ച്മെന്റ് നടത്തുന്നത് എന്നുള്ള രീതിയിൽ ഇറാൻ പറയുന്നത് പോലെ വേണമെങ്കിലും അമേരിക്കയ്ക്ക് പറയാം. പക്ഷേ അതേസമയം സൗദി അറേബ്യ ഭാവിയിൽ ഇതേപോലെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഭീഷണി വരുത്താൻ സാധ്യതയുള്ള ഒരു രാജ്യം കൂടിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Yes, this deal with Saudi Arabia, the energy deal, is contingent on this condition as far as the president is concerned. So we'll continue to talk with our Saudi counterparts to get the deal finalized and hopefully see them joining the Abraham Accords very soon. Well, look, the president is always the final deal maker, as you know, and this is something that he has mentioned on numerous occasions going back. I can provide you with those statements, and he has said if they don't join the Abraham Accords, the deal is off. So we'll continue to have those conversations with our Saudi counterparts moving forward. The president talked to MBS since this new condition. As you know, the president just put out this statement a few hours ago. I don't believe he's had a call with MBS in the hours since. However, this is something that he has raised in previous conversations and has also said many times in the past. ഇപ്പോൾ ഇവിടെ അമേരിക്ക കാണിച്ചിരിക്കുന്ന ഇരട്ടത്താപ്പ് അതാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ എത്രമാത്രം ഇറാന്റെ തീവ്രവാദ പ്രവർത്തനത്തിനെതിരായിട്ട് നമ്മൾ നിലകൊള്ളുന്നു, അതുപോലെ തന്നെ ഈ ആണവായുധം ഡിക്റ്റേറ്റർഷിപ്പ് രാജ്യങ്ങളുടെ കൈക്കിൽ കൊണ്ടുവെക്കുന്നതിനും നമ്മൾ കൃത്യമായിട്ട് ഇതിനെ വിമർശിക്കും. അതിൽ യാതൊരു മാറ്റമില്ല. അമേരിക്ക ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാവിയിലേക്ക് വന്ന് ഭവിക്കാനിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ തുടക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വിഷയം ഇത് ഷെയർ ചെയ്യാനാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.